നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് റബ്ബർ വില 23/5/2026 ശനിയാഴ്ച രാവിലെ RSS4 254, RSS 5 കിലോ 251, ISN 20 208, ലാറ്റക്സ് 60% യാർഡ്സ് 160 രൂപ 60 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS4 കിലോ 254, RSS 5 കിലോ 251. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 153, 60% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 114 രൂപ 75 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS4 കിലോ 253, RSS 5 കിലോ 240. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS4 കിലോ 278 രൂപ 42 പൈസ, RSS 5 കിലോ 277 രൂപ 98 പൈസ. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 239, ലോട്ട് കിലോ 203 മുതൽ 208 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS3 248 രൂപ 50 പൈസ, RSS4 248, RSS 5 കിലോ 251, ലോട്ട് 208. ഒട്ടുപാൽ നോക്കുമ്പോൾ 146. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS4 കിലോ 246, RSS 5 കിലോ 253, ISN 20 198 മുതൽ 198 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 130 മുതൽ 140 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 215, ഫാക്ടറി വില 225, 25% DRC ഉള്ള 200 രൂപ 10,750, 30% DRC ഉള്ള 200 രൂപ 12,900 രൂപ, 35% DRC ഉള്ള 200 രൂപ 15,050 രൂപ, 40% DRC ഉള്ള 200 രൂപ 17,200 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇന്നലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും റബ്ബർ വില ഇടിഞ്ഞു. വിദേശത്തുള്ള റബ്ബർ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവർക്ക് വളരെ സന്തോഷം. കേരളത്തിൽ റബ്ബർ കർഷകർക്ക് വളരെ നിരാശയും. കാര്യം ജോലിക്കൂലിയാണ് ഭയങ്കരം, മറ്റ് സാധനങ്ങളെ വില കൂടുതലും. അത് ഉൽപ്പാദനം അനുസരിച്ച് കിട്ടുന്നുമില്ല, അതിനനുസരിച്ച് വിലയുമില്ല. എന്നാൽ സർക്കാർ താങ്ങുവില 300 പ്രകടന പത്രികയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 28 ക്യാരറ്റ് രൂപ 14,620, ഒരു പവന് 1,16,960. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 40 രൂപ, ഒരു പവൻ്റെ മുകളിൽ 320 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 35, വെളിച്ചെണ്ണ ലിറ്റർ 380, കൊപ്ര എടുത്തപടി 147, അടയ്ക്കാപ്പതി 390, കാഞ്ഞിരക്കുരു 1880, പിന്നാക്കസ്പല 37, റോട്ടറി 40, ഗ്രാമ്പ് 810, നാടൻ ഗ്രാമ്പ് 925, കുരുമുളക് അൺകാർബിളിൽ കിലോ 703, കുരുമുളക് കാർബിളിൽ കിലോ 723, പുതിയത് കുരുമുളക് 693, കാപ്പിക്കുരു കിൻഡൽ 30,500, നെല്ല് കിൻഡൽ 2,500, ചേട്ടൻ കുരുമുളക് 685, നാടൻ 695, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകൾ വരുന്ന 5 ദിവസം അടഞ്ഞു കിടക്കും. അതായത് ഇന്നു മുതൽ. വാരാന്ത്യാവധി, ഉത്സവ ദിനങ്ങൾ എന്നിവ മൂലമാണ് അടഞ്ഞു. എന്നാൽ ബാങ്കുകൾ അടഞ്ഞു കിടക്കുമ്പോഴും UPI, ഓൺലൈൻ, ഗൂഗിൾ പേ സേവനങ്ങൾ എന്നിവ തുടരും. അവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉപഭോക്താക്കൾ നേരിടേണ്ടി വരില്ല. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകും. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.